ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മളിന്ന് ദുഃഖ്രാന തിരുനാൾ ആചരിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ദുഃഖ്രാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഓർമ്മ എന്നാണല്ലോ. വിശുദ്ധ തോമാസ് ലീഹായുടെ ഓർമ്മ തിരുനാൾ നമ്മളിന്ന് ആചരിക്കുമ്പോൾ ആ വിശുദ്ധനിലൂടെ നമ്മുടെ ഈ രാജ്യത്തിന് മുഴുവൻ ലഭിച്ച ദൈവിക വെളിപാടും കൃപയുമെല്ലാം നന്ദിയോടുകൂടി നമ്മൾ ഓർക്കുകയാണ്. വിശുദ്ധ തോമാസ് ലീഹ ശിഷ്യരിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്ത് സുവിശേഷ പ്രഘോഷണം നടത്തിയ വ്യക്തിയാണ്. വളരെ വിശാലമായ ഈ ഭാരതത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ തന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം തീക്ഷ്ണതയോടെ വചനം പ്രഘോഷിച്ച തോമാസ് ലീഹ, അദ്ദേഹം സ്ഥാപിച്ച സഭാ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, എത്രമാത്രം ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം ജനതകളോട് വചനം പ്രഘോഷിച്ചു എന്നതാണ്. ഈ വലിയ തീക്ഷ്ണതയുള്ള തോമാസ് ലീഹ, അതേസമയം വചനത്തിൽ നമ്മൾ ഈ തോമാസ് ലീഹായെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. സംശയിക്കുന്ന തോമ എന്ന ഒരു ശൈലി തന്നെയുണ്ടല്ലോ. അതുപോലെ കൃത്യമായി ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന തോമാസ് ലീഹ, എല്ലാവരും മനസ്സിലാകാതെ മിണ്ടാതിരിക്കുമ്പോഴും കർത്താവേ നീ ഒന്ന് പറഞ്ഞു തരണം, നീ എവിടേക്ക് പോകുന്നു എന്ന് പോലും ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയും എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ വെളിപാടുകൾ ചോദിച്ചു വാങ്ങുന്ന തോമാസ് ലീഹായെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ശിഷ്യരെക്കുറിച്ച് പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാര്യം, തൻ്റെ കൂടെ ആയിരിക്കാൻ കർത്താവ് വിളിച്ചു ചേർത്ത ഈ 12 അപ്പസ്തോലന്മാർ, പക്ഷേ കർത്താവിൻ്റെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും നേരം വന്നപ്പോൾ അവരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി, കൂടെ ആയിരിക്കാൻ വിളിച്ചവർ ഓടിപ്പോയി. ആ ഓടിപ്പോയവരിൽ തോമാസ് ലീഹായും ഉണ്ട്. അവനെ നമ്മൾ കുരിശിൻ്റെ പരിസരത്തൊന്നും കാണുന്നില്ല. പക്ഷേ ഉത്ഥാനാനന്തരം കർത്താവ് മറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനാകാതെ എനിക്കും എൻ്റെ കർത്താവിനെ കാണണം എന്ന നിർബന്ധ ബുദ്ധിയോടെ തമ്പുരാനെ കാണാനായിട്ട് വാശി പിടിക്കുന്ന തോമാസ് ലീഹായെയും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. സഹനത്തിൻ്റെ നാളുകളിൽ കർത്താവിനെ വിട്ട് ഓടിപ്പോയെങ്കിലും പ്രിയപ്പെട്ടവരെ, വീണ്ടും അവൻ ദൂരേക്ക് ഓടിപ്പോകുന്നത് കർത്താവിനെ വിട്ടല്ല, കർത്താവിനെയും കൊണ്ടാണ്. ഈ ഭാരത മണ്ണിലേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അദ്ദേഹം വരുന്നത് കർത്താവിനെ പ്രഘോഷിക്കാനാണ്. ഏതാനും ദിവസങ്ങളുടെ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ അദ്ദേഹം ഈ വലിയ തീരുമാനം എങ്ങനെയാണ് എടുക്കുന്നത്? അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ നമ്മളെ ആകർഷിക്കുന്ന കർത്താവിൻ്റെ ആ പ്രവർത്തന ശൈലി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് ഇവരെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഓടിപ്പോയതിനെ പ്രതി. മാത്രമല്ല, പേടിച്ചരണ്ടിരിക്കുന്ന ശിഷ്യന്മാരെ തേടി അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് ഉത്ഥാന അനന്തരം അവരുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവരെല്ലാവരും അവിടുത്തെ സ്നേഹത്താൽ സ്പർശിക്കപ്പെടുകയാണ്. വലിയ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരികയാണ്. ആ വിശ്വാസാഗ്നിയുമായി, സ്നേഹത്തിൻ്റെ ജ്വാലയുമായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഈ 12 പേരും പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കേണ്ട ഒരു കാര്യം, കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തൻ്റെ സ്നേഹത്താൽ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിൽ എന്തുകൊണ്ട് എനിക്ക് ഔദാര്യമുള്ളവനാകാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരേ ഒരു കാരണം, കർത്താവിൻ്റെ ഈ സ്നേഹം നമ്മളെ സ്പർശിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഓർക്കും, നമുക്ക് പാട്ട് പാടാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് അതിരുകളില്ലാത്ത സ്നേഹം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത് ജീവിതം നൽകുന്ന ഒരു സമർപ്പണത്തിലേക്ക് ആ വിശ്വാസം നമ്മെ നയിക്കും. വിശുദ്ധ തോമാസ് ലീഹ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. എല്ലാവരും അവനോടൊപ്പം പോകാൻ വിസമ്മതിക്കുമ്പോൾ
നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന തോമാസ് ലീഹ. എല്ലാവരും ഇങ്ങനെ കർത്താവ് പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുമ്പോൾ, കർത്താവേ വഴി നീ എങ്ങോട്ട് പോകുന്നെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്നൊക്കെ ചോദിച്ച് കർത്താവിൻ്റെ പിന്നാലെ കൂടുന്ന തോമാസ് ലീഹ. പിന്നീട് ധൈര്യപൂർവം പുറത്തിറങ്ങി നടക്കുന്ന നേരത്താണ് കർത്താവ് ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് തോമ അറിയുന്നത്. അദ്ദേഹം വന്ന് ശിഷ്യന്മാരോടെല്ലാം ശാഠ്യം പിടിക്കുകയാണ്, എനിക്കവനെ കാണണം, എനിക്കവൻ്റെ വിലാവുകളിൽ എൻ്റെ വിരൽ കൊണ്ട് എനിക്ക് തൊടണം, അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ വികാരങ്ങളുള്ള ഒരു മനുഷ്യൻ, കർത്താവിൻ്റെ അടുക്കൽ പിടിവാശി പിടിക്കുന്ന ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ, കർത്താവിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ മാറി നിൽക്കുമ്പോൾ, കർത്താവിനോട് അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് മാറി നിൽക്കുമ്പോൾ, കർത്താവിനോട് വളരെ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്ന ഒരു ശിഷ്യൻ്റെ മനസ്സ് നമുക്ക് തോമാസ് ലീഹ വലിയൊരു പാഠപുസ്തകമാണ് പ്രിയപ്പെട്ടവരെ. ഈ ശിഷ്യൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴമാണ് അദ്ദേഹത്തെ നമ്മൾ ഉത്ഥാനാനന്തരം കാണുന്നത്. അദ്ദേഹം പ്രേക്ഷിതനായി ഈ ദൂരപ്രദേശങ്ങളിലേക്കെല്ലാം കടന്നു വരികയാണ്. ഇവിടെ അനേകരെ അവിടുന്ന് സൗഖ്യപ്പെടുത്തുന്നു, അനേകരോട് വചനം പ്രഘോഷിക്കുന്നു. അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ സഭാ സമൂഹങ്ങൾ സ്ഥാപിക്കുന്നു. നമ്മൾ തോമാസ് ലീഹായെ കുറിച്ച് പറയുന്ന വചനഭാഗങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സാധാരണ ജീവിതത്തിലൂടെ സാധാരണ മനുഷ്യനായിരുന്ന് കർത്താവിനെ അനുഗമിച്ചവനാണ് തോമാസ് ലീഹ. ഒരു സാധാരണക്കാരൻ. അദ്ദേഹം തൻ്റെ ആ സാധാരണമായ വികാരങ്ങളോടുകൂടി, ഒരുപക്ഷെ സ്വാർത്ഥതയെന്ന് പോലും മറ്റുള്ളവർ പറയാവുന്ന ചില മനോഭാവങ്ങളോടുകൂടി കർത്താവിനെ അനുഗമിച്ചവനാണ്. പക്ഷേ കർത്താവിന് അവൻ്റെ ഉള്ളറിയാമായിരുന്നു. അതുകൊണ്ട് കർത്താവിന് പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് തോമാസ് ലീഹായെ കാണുന്നത്. എന്തുകൊണ്ടോ യോഹന്നാൻ സ്ലീഹായാണ് തോമാസ് ലീഹായെക്കുറിച്ചുള്ള 3 പരാമർശങ്ങൾ നടത്തുന്നത്. അവിടെ ലാസറിൻ്റെ മരണവും അതേ തുടർന്നുള്ള സംഭവങ്ങളുമാണ് പ്രതിപാദ്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവിടെ ഇത് പറയുന്നുണ്ട്, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. ഈശോ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ ഈശോ വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ഇതിൻ്റെ പശ്ചാത്തലം 7-ാമത്തെ വാക്യം മുതലുണ്ട്. ഈശോ ശിഷ്യരോട് പറയുന്നുണ്ട്, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയാണ്, എന്നിട്ടും അങ്ങോട്ട് പോവുകയാണോ? കർത്താവ് വളരെ ലളിതമായിട്ട് അവരോട് പറഞ്ഞു, അതെ, നമ്മുടെ സഹോദരൻ, നമ്മുടെ സുഹൃത്ത് ലാസർ ഉറങ്ങുകയാണ്, അവനെ ഒന്ന് ഉണർത്തണം, അപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്ന കർത്താവിൻ്റെ പിന്നാലെ പോകാൻ ശിഷ്യരെ ശക്തിപ്പെടുത്തുന്നത് തോമായാണ്. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം. അതൊരു വലിയ സമർപ്പണത്തിൻ്റെ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മൾ ജീവനേക്കാളേറെ ദൈവത്തെ സ്നേഹിക്കും. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടം നമുക്കൊക്കെ ഒത്തിരി സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ക്രിസ്തു ശിഷ്യരെ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട വേറൊരു കാലഘട്ടമില്ല, ആധുനിക ചരിത്രത്തിൽ ഇല്ല. ക്രിസ്തു ശിഷ്യരെ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട, കൊല്ലപ്പെട്ട സാഹചര്യം നമുക്ക് പുറത്തു പറയാൻ അറയ്ക്കുന്ന തരത്തിലുള്ള ക്രൂരതകളിലൂടെ കടന്നു പോകുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ, പ്രത്യേകിച്ചും ചില തീവ്രവാദ രാഷ്ട്രങ്ങളിൽ, എന്നിട്ടും അവർ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയാണ്. മതമൊന്നും മാറിയാൽ
ക്രിസ്തു ഞങ്ങൾക്ക് ആരുമല്ലെന്നൊന്ന് പറഞ്ഞാൽ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടും. പക്ഷേ ജീവനേക്കാളേറെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഈ മനുഷ്യർ, അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. നമ്മുടെ കാഴ്ച വ്യത്യസ്തമാകാനായിട്ടൊരു നിമിത്തമാകണം ഇത്. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള വിശ്വാസമാണോ എൻ്റേത്? ജീവിതത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനും യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് അനേകരെ കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും സുരക്ഷിതമായിട്ട് നടക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് വെല്ലുവിളിക്കുന്ന ഈശോയുടെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ, കുരിശിലേറാനുള്ള അവൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമ്മൾ എത്ര പേർ തയ്യാറാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. തോമാസ് ശ്ലീഹ എത്രയോ തീക്ഷ്ണതയോടെ വചനം പ്രഘോഷിച്ചു. ഈ ഭൂമിയിൽ ഇവിടെ വെച്ച് തന്നെ ഒരു വ്യക്തിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ്, രക്തസാക്ഷിത്വം വഹിക്കുകയാണ് തോമാസ് ശ്ലീഹ. നമുക്കറിയാം, ഈ ശിഷ്യന്മാര് എല്ലാവരും തന്നെ കുരിശുമരണത്തിൻ്റെ സമയത്ത് അവനെ വിട്ട് ഓടിപ്പോയെങ്കിലും അവരെല്ലാവരും വളരെ തീക്ഷ്ണതയോടെ കർത്താവിന് സാക്ഷ്യം വഹിക്കുകയും അവരിൽ ഭൂരിഭാഗവും മതമർദ്ദനത്തിൽ, പീഡനത്തിൽ മരണമടയുകയും ചെയ്തതായി നമ്മൾ കാണുന്നുണ്ട്. ദൈവാനുഭവം ഉണ്ടായവന് ദൈവമാണ് ഏറ്റവും വലുത്, അവനവൻ്റെ താല്പര്യങ്ങളല്ല. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം ജീവനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. തോമാസ് ശ്ലീഹായെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രതിപാദ്യം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈശോ പിതാവിങ്കിലേക്കുള്ള വഴിയാണ് എന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നോ? നമുക്കറിഞ്ഞുകൂടാ. അവർക്കെല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിരുന്നു, നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും തോമസ് കൈ ഉയർത്തുകയാണ്. കർത്താവേ, ഒരു ചോദ്യമുണ്ട്. നീ എങ്ങോട്ടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അവിടെയാണ് ഈശോ വലിയൊരു വെളിപാട് നൽകുന്നത്. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് കടന്നു വരുന്നില്ല. അവിടെയും തോമാസ് ശ്ലീഹായുടെ വളരെ നിഷ്കളങ്കമായ ഒരു സാധാരണ മനുഷ്യന് സഹജമായ ഒരു സംശയം. നീ പറയുന്നതൊക്കെ ശരി, പക്ഷെ നീ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്കിതുവരെ അറിയത്തില്ല കേട്ടോ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? കർത്താവ് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള വഴി മിശിഹായാണ്. നമ്മുടെ ലക്ഷ്യം ത്രിത്വൈക ദൈവത്തിലുള്ള കൂട്ടായ്മയാണെന്ന് പറയുമ്പോൾ വഴി മിശിഹായാണ്, മിശിഹായിലൂടെയാണ്, കർത്താവിലൂടെ ചരിക്കുമ്പോഴാണ് വഴിയും സത്യവും ജീവനും കർത്താവാണ് എന്ന ബോധ്യത്തോടെ കർത്താവിലൂടെ നമ്മൾ ചരിക്കുമ്പോഴാണ് നമ്മൾ കൃത്യമായ ലക്ഷ്യത്തിലെത്തുന്നത്. നമ്മുടെയൊക്കെ ആത്മീയ യാത്രയിൽ പല മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ചിലപ്പോൾ ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് അനുയോജ്യമല്ലാത്ത ജീവിതം നയിക്കും. അവിടെ ലക്ഷ്യം ഞാൻ തന്നെയാണ്, അല്ലാതെ പിതാവിൽ എത്തിച്ചേരണമെന്നുള്ള ആ ലക്ഷ്യമൊന്നും എനിക്കില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം, അതിന് ഞാൻ ക്രിസ്തുവിനെ കൂട്ടുപിടിക്കുന്നു, അത്രമാത്രം. പക്ഷെ അത് യഥാർത്ഥമായ ദൈവത്തെങ്കിലേക്ക് എത്തുകയില്ല. അപ്പം ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള വല്ലാത്ത ഒരു പ്രവണത നമുക്കുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും ജീവിതവും തമ്മിൽ ബന്ധമില്ലാതെ പോകുന്നത് അവിടെയാണ്. എന്നാൽ കർത്താവ് പറയുന്നത് ഈശോയിലൂടെ
തന്നിലൂടെ പിതാവിങ്കിലേക്ക് കടന്നു വരിക. ഈശോയിലൂടെ പിതാവിങ്കിലേക്ക് കടന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജനനത്തിൽ പങ്കാളികളാവുക, അവൻ്റെ ജീവിതത്തിൽ പങ്കാളികളാവുക, അവൻ്റെ പീഡാസഹനത്തിൽ പങ്കാളിയാവുക, അവൻ്റെ മരണത്തിൽ പങ്കാളിയാവുക, അവൻ്റെ ഉത്ഥാനത്തിൽ പങ്കാളിയാവുക. എളുപ്പമുള്ള കാര്യമാണോ? അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ, അവൻ്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകാൻ. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ക്രൈസ്തവ വിശ്വാസത്തിൽ ദൈവത്തെങ്കിലേക്കുള്ള ഒരേ ഒരു വഴി കുരിശിൻ്റെ വഴിയാണ്. നീ കുരിശിൻ്റെ വഴിയിലൂടെ ചരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവിനെ കാണാനായിട്ട് നിനക്ക് സാധിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പൊതുവായ ദർശനമായിട്ട് ഇത് മാറണം. കുരിശുകളെ ഒഴിവാക്കുന്ന ഒരു ആത്മീയതയെക്കാളും കുരിശുകളുടെ മധ്യത്തിൽ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ വെളിപാട്, അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ എന്തുകൊണ്ട് ദൈവമേ നീ എനിക്ക് ഈ സഹനം തന്നു എന്ന ചോദ്യത്തിൽ നിന്ന്, കർത്താവേ ഈ സഹനത്തിൻ്റെ മധ്യത്തിൽ നിന്നിൽ മുറുകെ പിടിക്കാൻ എനിക്ക് കരുത്ത് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെയല്ലാതെ ആരും പിതാവിങ്കിലേക്ക് കടന്നു വരുന്നില്ല. തോമാസ് ശ്ലീഹായെക്കുറിച്ചുള്ള മൂന്നാമത്തെ പരാമർശം നമ്മൾ കാണുക യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. അവിടെയാണ് തോമാസ് ശ്ലീഹായ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കിക്കൊണ്ട് ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. അവിടെ 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് ഈശോ വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സങ്കടമായി. താനില്ലാഞ്ഞപ്പോൾ കർത്താവ് വന്നു പോയല്ലോ. ശാഠ്യം പിടിക്കുകയാണ്. അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒരു സാധാരണ മനുഷ്യൻ്റെ വൈകാരിക അവസ്ഥകളോടുകൂടി തോമാസ് ശ്ലീഹ കർത്താവിനോട് ശാഠ്യം പിടിക്കുകയാണ്. നിങ്ങളൊക്കെ കർത്താവിനോട് ശാഠ്യം പിടിക്കാറുണ്ടോ? നമ്മളൊക്കെ ശാഠ്യം പിടിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് ഈ ഒരു അനുഗ്രഹം തരണം, എനിക്ക് ഇന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ തരണം, ഞാൻ പരീക്ഷ അത്ര നന്നായിട്ടല്ല എഴുതിയത്, എന്നാലും കർത്താവേ നീ എങ്ങനെങ്കിലുമൊക്കെ ഇടപെട്ട് നീ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് തരണം. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ശാഠ്യങ്ങളാണ്. സ്നേഹത്തോടു കൂടിയുള്ള ശാഠ്യങ്ങളാണെങ്കിൽ കർത്താവ് അതൊക്കെ ഒരുപക്ഷെ സ്വീകരിക്കുകയും ചെയ്യും കേട്ടോ. പക്ഷെ തോമസ് ശാഠ്യം പിടിക്കുന്ന ഒരേ ഒരു കാര്യത്തിന് വേണ്ട, എനിക്കെൻ്റെ കർത്താവിനെ കാണണം, കർത്താവിനെ കാണണം എന്ന ശാഠ്യമുള്ള എത്ര പേര് നമ്മുടെ കൂടെയുണ്ട്? കർത്താവിനെ കാണണം. ഇന്ന് എനിക്ക് 24 മണിക്കൂർ കർത്താവ് തന്നിരിക്കുന്നു. ഈ 24 മണിക്കൂറിനിടയിൽ എനിക്കെൻ്റെ കർത്താവിനെ കാണണം എന്ന് ശാഠ്യം പിടിക്കുന്ന എത്ര പേര് ഉണ്ട്? ഞാൻ ഇന്ന് കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളിലൂടെ കർത്താവിനെ എനിക്ക് കാണണം എന്ന് ശാഠ്യം പിടിക്കുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധ കുർബാനയിൽ എനിക്ക് കർത്താവിനെ കാണണം, കൂദാശകളിൽ എനിക്ക് കർത്താവിനെ കാണണം. ഒരുപക്ഷെ എന്നെ എതിർക്കുന്ന എൻ്റെ സഹോദരനിൽ എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം. എൻ്റെ സ്നേഹിതരിൽ മാത്രമല്ല, എന്നോട് ഇഷ്ടമില്ലാത്തവരിലും എൻ്റെ കർത്താവിനെ ഞാൻ കാണണം. അങ്ങനെയാകുമ്പോൾ എൻ്റെ ജീവിതം ഓരോ ദിവസവും പ്രകാശമാനമായിരിക്കും. ഏതായാലും ഈശോ തോമസിൻ്റെ ആ ശാഠ്യത്തിൻ്റെ മുമ്പിൽ വഴങ്ങുകയാണ്. തോമസിൻ്റെ ശാഠ്യത്തിൻ്റെ മുമ്പിൽ വഴങ്ങി കർത്താവ് വീണ്ടും വരികയാണ് അവരെ കാണാൻ. എന്നിട്ട് തോമസിനെ വിളിക്കും, തോമസ് നീങ്ങി വാ, ദാ എൻ്റെ മുറിപ്പാടുകൾ. വിരലിട്ടു. തോമസിന് പിന്നെ വിരലൊന്നും ഇടണ്ട, തോമസിന് പരീക്ഷിച്ച് നോക്കുകയൊന്നും വേണ്ട. തോമസ് സുവിശേഷങ്ങളിലെ ഏറ്റവും മനോഹരമായൊരു വിശ്വാസ പ്രഘോഷണം നടത്തുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതിനകത്തെല്ലാം ഉണ്ട്. കർത്താവേ, നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ ജീവിതത്തിൻ്റെ നാഥനാണ്, നീ എൻ്റെ ദൈവമാണ്.
അതിനകത്ത് എല്ലാം അടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ പൈതൃകം പേറുന്നവരാണ് നമ്മളെല്ലാവരും. വലിയൊരു വിശ്വാസ സാക്ഷ്യത്തിൻ്റെ പൈതൃകം. തോമാസ് ശ്ലീഹ നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും യാത്രകൾ ചെയ്തു വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി ദൈവരാജ്യ പ്രഘോഷണം മാറുകയാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു കുറവ്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സുവിശേഷ പ്രഘോഷണമായി മാറുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ സുവിശേഷം പ്രഘോഷിക്കുന്നു എന്ന് പറയുന്നതും സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്ന മിഷനറി താല്പര്യത്തിൻ്റെ, സുവിശേഷവൽക്കരണ ദാഹത്തിൻ്റെ 1/4 പോലും നമുക്കില്ല എന്ന് പറയാറുണ്ട്. നമുക്കുള്ളതിൻ്റെ 1/4 പോലും അടുത്ത തലമുറയ്ക്കുമില്ല. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഈ വിശ്വാസം നമുക്ക് സുരക്ഷിതത്വം മാത്രം നൽകുന്ന ഒരു കോട്ടയായിട്ട് മാറും. ഞാനും എൻ്റെ വീടും അവിടെയുള്ളവരും അവിടെയുള്ള വസ്തുക്കളും മൃഗങ്ങളും ഒക്കെ, കർത്താവേ അതിനെയെല്ലാം സംരക്ഷിച്ചു കൊള്ളണമേ, ഇടിവെട്ടിയാലും ഞങ്ങൾക്കൊന്നും പറ്റരുതേ. സ്വന്തം സുരക്ഷിതത്വത്തെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒരു ആത്മീയത നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരിയായിട്ട് ആത്മശോധന ചെയ്യാം. തോമാസ് ശ്ലീഹായുടെ പ്രേക്ഷിത തീക്ഷ്ണത നമുക്കുണ്ട്. തോമാസ് ശ്ലീഹ ഇവിടെ വന്ന് പുരാതനമായ സഭാ സമൂഹങ്ങൾ സ്ഥാപിച്ചു. അവയൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ വളർന്ന് പന്തലിച്ചു. നമുക്കത് കാണാൻ സാധിക്കും. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവവിളികളുള്ള ഒരു സമൂഹമായിട്ട് അത് മാറി. അതുപോലെ നമ്മുടെ സഹോദര സഭകളായ യാക്കോബായ, ഓർത്തഡോക്സ്, മർത്തോമാ സഭകളുമെല്ലാം തോമാസ് ശ്ലീഹായുടെ പൈതൃകം പേറുന്ന സഭകളാണ്. എത്ര ശക്തമായ ഒരു പൈതൃകത്തിൻ്റെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് ഈ ദുഃഖാന തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ സ്നേഹത്തോടെ തോമാസ് ശ്ലീഹ നമുക്ക് തന്ന വിശ്വാസ പൈതൃകം അഭംഗുരം കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞയെടുക്കാം. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അവന് സാക്ഷ്യം വഹിക്കുവാൻ, സുവിശേഷം ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.